ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഇന്ന് നമുക്കൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് വന്നാലോ. വളരെ ടേസ്റ്റിയായ ഒരു ചെമ്മീൻ ബിരിയാണിയാണ്. ചെമ്മീൻ ഇനി വീട്ടിൽ കിട്ടുമ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ. അതിനുവേണ്ടി ഞാനൊരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ അതിനകത്തേക്ക് 4-5 കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 10-15 വെളുത്തുള്ളി അല്ലി ചേർത്തിട്ടുണ്ട്. 4 പച്ചമുളക് എരിവിന് വേണ്ടി ചേർക്കുന്നുണ്ട്. ഒരു പിടി മല്ലിയില. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഞാനിവിടെ 200 ഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. നൂലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായി കഴുകി ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അരച്ചുകൊണ്ട് വന്ന മിശ്രിതത്തിൽ നിന്നും 1.5 ടീസ്പൂൺ മിശ്രിതം കൂടി ചേർത്ത് ഒരല്പം നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു അരമണിക്കൂർ നേരം ഇത് വയ്ക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ആദ്യം ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ഗ്ലാസ് ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് വെള്ളം ക്ലീൻ ആകുന്നത് വരെ നല്ലവണ്ണം ഒന്ന് കഴുകുക. എന്നിട്ട് അരമണിക്കൂർ നേരം കുതിർത്ത് വയ്ക്കുക. ചെമ്മീൻ നമ്മൾ മാരിനേറ്റും ചെയ്ത് വെച്ച് കഴിഞ്ഞു. അരി കുതിർക്കാനിട്ടു. അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അരി കോരി മാറ്റി വയ്ക്കേണ്ടതാണ്. ഒരു നോൺ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ബേ ലീഫും കറുവപ്പട്ടയും അതുപോലെ തന്നെ ലവങ്ക് 5-6 കുരുമുളക്, 2 ഏലയ്ക്ക, 1 സ്റ്റാർ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലേവറിന് വേണ്ടി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴണ്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ മാത്രം ഒന്ന് മൂപ്പിക്കുക. വളരെ ടേസ്റ്റിയായ ഒരു ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉണ്ടാക്കി നോക്കുക. അതാണ് ഏറ്റവും ആവശ്യം വേണ്ടത് കേട്ടോ. അപ്പോൾ ബാക്കി വന്ന മസാല ഉണ്ടല്ലോ, അതുകൂടി ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ചേർത്തിട്ടുണ്ട്. നമ്മൾ ചെമ്മീന് വേണ്ടിയിട്ട് അരച്ചില്ലേ, അതുകൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ 2 തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇതിനകത്തേക്ക് ഈ തക്കാളി ഇനി ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടി ഒരല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. മസാല കരിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കൂടുതലൊന്നും ഒഴിക്കരുത്. ഇതും കൂടി ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് വേവിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1 സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ 1 പിടി മല്ലിയില കൂടി വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇതും കൂടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാസ്മതി അരി കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വെള്ളം കളഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കിനി തിളച്ച വെള്ളമാണ് ചേർക്കേണ്ടത്. ആ അരി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ 1/2 ഗ്ലാസ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി നമുക്കിതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ആരും സ്കിപ്പ് ചെയ്യരുത്. തേങ്ങാപ്പാൽ തന്നെ ചേർക്കുവാൻ ശ്രദ്ധിക്കണം. ഇപ്പം എല്ലാ മസാലകളും അതുപോലെ തന്നെ ഈ സമയത്ത് ഉപ്പുണ്ടോ ഇല്ലയെന്ന് ഒന്നുകൂടി ഒന്ന് നോക്കുക. അതിന് ശേഷം ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ് നമുക്ക് പാത്രം ഒന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ച് 12 മിനിറ്റ് മാത്രം ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യുക. ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഒരു വെയിറ്റ് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആവിയൊന്നും പുറത്ത് പോകാതെ അതുപോലെ തന്നെ മണമൊന്നും പുറത്ത് പോകാതെ ഇരിക്കും. ഇപ്പോൾ ആ 12 മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം വറ്റി ബിരിയാണി ഇപ്പോൾ നല്ലവണ്ണം അരിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് അരിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇനി 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതിനകത്ത് നെയ്യൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നല്ല ടേസ്റ്റിന് വേണ്ടി 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് വീണ്ടും ഒന്ന് അരമണിക്കൂർ നേരം മൂടി വയ്ക്കുക. ഗ്യാസൊക്കെ നമ്മൾ നേരത്തെ ഓഫ് ചെയ്ത് വെച്ചല്ലോ. 12 മിനിറ്റ് നേരമല്ലേ ഞാൻ പറഞ്ഞിരുന്നത്, അത്രയേ വയ്ക്കാവൂ. ബാക്കി ഇനി അരമണിക്കൂർ നേരം ഇനി പാത്രപാകമാകാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കുക. 12 മിനിറ്റ് കഴിഞ്ഞു. വീണ്ടും ഒരു അരമണിക്കൂർ കൂടി നമ്മൾ അതിന് കൊടുത്തു. ഇപ്പോൾ ഇതിൻ്റെ വെയിറ്റൊക്കെ മാറ്റിയിട്ട് വീണ്ടും ഒന്ന് തുറന്ന് നോക്കുക.
തുറന്നു നോക്കുമ്പോഴത്തേക്ക് ഒന്നുകൂടി നല്ല പാകമായിട്ട് നമ്മുടെ ബിരിയാണിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഒരല്പം ഉള്ളി ഞാൻ എയർ ഫ്രയറിൽ ഒന്ന് ഫ്രൈ ചെയ്തതാണ്. ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അടിപൊളി ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് സഹായിക്കുക കേട്ടോ കൂട്ടുകാരെ. വളരെ ടേസ്റ്റിയായ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്ക് ഇത് ഇപ്പോൾ കഴിക്കാൻ വേണ്ടി വളരെ പാകമായിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒരു കറിയും വേണ്ട, ഇത് മാത്രം മതി ചോറുണ്ണാൻ. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും